ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിന് പരോൾ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനുള്ള സർക്കാർ നീക്കം പൊളിഞ്ഞതിന് പിന്നാലെയാണ് പരോൾ അനുവദിച്ച് ഷെറിനെ പുറത്തിറക്കിയത്. സ്വാഭാവിക പരോൾ എന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം. പി.വി. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, സ്വാഭാവികമായി മറ്റ് ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് പരോൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഷെറിൻ. ഷെറിന്റെ മോചനം വാർത്തയായ സമയത്ത് ഈ ഷെറിന് കിട്ടിയിട്ടുള്ള പരോളിന്റെ കണക്കും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ മോചിപ്പിക്കാനുള്ള നീക്കം പാളിയതിന് പിന്നാലെ തൊട്ടു പിന്നാലെ ഈ പരോൾ കിട്ടുന്നത് സ്വാഭാവികമെന്ന് പറയുമ്പോഴും അതിൽ അസ്വാഭാവികതയില്ലേ? ശ്രീജ, ഷെറിന് ഇതുവരെ 500 ദിവസത്തെ പരോളാണ് ആകെ ലഭിച്ചിട്ടുള്ളത്. നേരത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു 14 വർഷം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജയിൽ മോചിപ്പിക്കാനാണ് തീരുമാനമുണ്ടായത്. മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത് ജയിൽ ഉപദേശക സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ജയിൽ സൂപ്രണ്ടും അതിന് അനുകൂലമായ ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ റിപ്പോർട്ടാണ് നൽകിയത്. പിന്നീട് പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അനുകൂലമായി വരുന്ന ഒരു നിലയുണ്ടായിരുന്നു. എന്നാൽ ഗവർണർക്ക് പരാതി പോവുകയും പരോൾ നൽകിയാൽ അത് വലിയ വിവാദത്തിലേക്ക് പോവുകയും ചെയ്യുമെന്ന ഒരു തിരിച്ചറിവിലൂടെയാണ് പിന്നീട് സർക്കാർ ആ തീരുമാനം മാറ്റുന്നത്. എന്നാൽ ഇപ്പോൾ പരോൾ നൽകിക്കൊണ്ടുള്ള തീരുമാനമുണ്ടാകുന്നു. 15 ദിവസത്തേക്ക്, ഏപ്രിൽ 5 മുതൽ 15 ദിവസത്തേക്കാണ് പരോൾ നൽകുന്നത്. തിടുക്കപ്പെട്ട് പരോൾ നൽകിയത് ഈ മോചിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പരോൾ നൽകി എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ ആളുകളുണ്ട്. ഷെറിന്റെ കാര്യത്തിലാകട്ടെ സഹതടവുകാരുമായി പലപ്പോഴും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും ജയിലുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഈ ജയിൽ മാറ്റത്തിനെല്ലാം തന്നെ കാരണമായത് മോശം പെരുമാറ്റമാണ്. ജയിലിലെ മോശം പെരുമാറ്റം കാരണമാണ് അത്തരത്തിൽ പലപ്പോഴായി ജയിലുകൾ മാറി മാറി പാർപ്പിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ഒരു പ്രതിയെ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ആളെ എന്തിന് ഇങ്ങനെ സഹായിക്കണമെന്ന ചോദ്യമാണ്. നേരത്തെ തന്നെ ഒരു വിവാദം വന്നത്. ഒരു മന്ത്രിക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ട്. ഈ ഒരു മന്ത്രിസഭാംഗമാണ് ഇത്തരത്തിൽ പല സംവിധാനങ്ങളെ സ്വാധീനിച്ച് ഷെറിന് പരോൾ നൽകാൻ അല്ലെങ്കിൽ നേരത്തെ ജയിൽ മോചിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് ഈ മന്ത്രിയുടെ ഇടപെടലാണെന്ന ആരോപണവും ഒരു വശത്തുണ്ട്. ശ്രീജ, പി.വി. വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.